അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇത് തന്നെയായിരിക്കും, സ്വർണ്ണപ്പാളിയും ശബരിമലയും ഒക്കെ തന്നെയായിരിക്കും ചർച്ചാ വിഷയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ വീണ്ടും LDF വരും എന്ന് ഉറപ്പിച്ചിപ്പോഴും പറയാൻ LDFന് CPM കഴിയൂ? എന്താണ് സംശയം? കനകോലുവിൻ്റെ സിദ്ധാന്തം കേരളത്തിലെ ജനങ്ങൾ മെല്ലെ പരിചയപ്പെട്ട് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ എന്തെങ്കിലും സാധനം പൊട്ടിക്കുക ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കൂ. ആ പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ സോപ്പ് കുമിള പോലെ ഇങ്ങനെ പൊട്ടുമല്ലേ ഓരോന്നോരോന്നായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടത്. എന്താ കനകോലുവിൻ്റെ സിദ്ധാന്തം? അതായത് സത്യാനന്തര കാലത്ത് അയഥാർത്ഥങ്ങളെ യാഥാർത്ഥ്യമായിട്ട് പ്രചരിപ്പിക്കുക, അതിനു വേണ്ടിയുള്ള നുണ നിർമ്മിതികൾ ഉണ്ടാക്കുക. താങ്കൾ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടത്തിയ പ്രചരണം, അതായത് ബിരിയാണി ചെമ്പ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ബിരിയാണി ചെമ്പ് കൊണ്ടുപോയി, എന്നിട്ട് അതിൻ്റെ അകത്ത് കനം കൂടുതലായിരുന്നു. എന്താ കാര്യം? അതിൻ്റെ അകത്തുള്ള ഇറച്ചിയൊക്കെ മാറ്റി അതിന് പകരം സ്വർണം കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എംബസിയിൽ നിന്ന് ഇപ്പോൾ വീടുന്നോ അല്ലെങ്കിൽ എംബസിയിൽ നിന്നോ കേരളത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ വേറെ രാജ്യമല്ലല്ലോ. നിങ്ങൾക്ക് ഇവിടുന്ന് മുഖ്യമന്ത്രിക്ക് സ്വർണം കൊണ്ട് കൊടുക്കേണ്ടിയില്ല, ആർക്കെങ്കിലും സ്വർണം കൊണ്ട് കൊടുക്കേണ്ടിയെങ്കിൽ ഒരു നല്ല മനോഹരമായ ബാഗിൽ കെട്ടിക്കൊണ്ടുപോയാൽ പോരെ. ആ ബിരിയാണീൻ്റെ ഉള്ളിലിട്ടിട്ട് ഇത് വൃത്തികേടാക്കണം. നോക്ക് എത്രമാത്രം സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന പ്രചരണമാണ് നടത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ജലീൽ, KT ജലീൽ ബൈബിളിൻ്റെ ഖുറാൻ്റെ ഉൾഭാഗം വെട്ടിമാറ്റിയിട്ട് അതിനകത്ത് സ്വർണം നിറച്ച് ഈത്തപ്പഴത്തിൻ്റെ കുരുമാറ്റി, അല്ല അത് പുറത്തുനിന്ന്, അതെ ഈത്തപ്പഴത്തിൻ്റെ കുരു മാറ്റി അതിൻ്റെ അകത്ത് സ്വർണ്ണാക്കി, എന്നിട്ട് ഇവിടെ മലപ്പുറത്ത് കൊണ്ടുപോയി എന്നല്ലേ പ്രചരണം നടത്തി. ഞാൻ ചോദിക്കട്ടെ, സ്വർണ്ണ മന്ത്രിൻ്റെ വണ്ടിയിൽ ഈ സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സാധനം കഷ്ടപ്പെട്ട് വെട്ടിമാറ്റി അതിൻ്റെ ഉള്ളിൽ അടച്ചു വെക്കണോ? ഒരു പാക്കറ്റാക്കി നിങ്ങൾ എടുത്താൽ പോരെ? ഈ കേരളത്തിൽ എവിടെ നിങ്ങൾക്ക് സ്വർണ്ണം എന്ത് കൊണ്ടുപോകുന്നതിന് ആരാ നിങ്ങൾ തടയാൻ പോകുന്നത്? പ്രത്യേകിച്ച് മന്ത്രിൻ്റെ വാഹനം ആരാ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്? കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 5-8 രാജ്യമില്ലല്ലോ, ഒറ്റ സംസ്ഥാനമല്ലേ കേരളം. ഈ ചെക്ക് പോസ്റ്റും എമിഗ്രേഷൻ പോയിന്റെല്ലാം വരുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴല്ലേ. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ടോ? എന്താ കൊണ്ടുവരാൻ പറ്റാത്തത്? അല്ലെ എംബസിയിൽ നിന്ന് മുഖ്യമന്ത്രിൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കൊടുക്കാൻ വേണ്ടി ചെക്ക് പോസ്റ്റ് ഉണ്ടോ? ആർക്കാ കൊണ്ട കൊടുത്തുകൂടാത്ത? എന്ത് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. അതിനെ വെച്ചുകൊണ്ടല്ലേ പ്രചരണം നടത്തിയത്. അതല്ലേ VD സതീശനും ചെന്നിത്തലയും ഒക്കെ ഏറ്റുപാടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പ്രചരണം നടത്തി പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. എന്നിട്ട് കേരളത്തിലെ ജനങ്ങളെന്താ അതിന് പിന്നാലെയാണ് വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ നുണപ്രചരണങ്ങൾക്കൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല. അത് ജനങ്ങൾക്ക് തിരിച്ചറിയും. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണങ്ങൾ, അതിൻ്റെ രീതി എന്താണ്, അതിൻ്റെ ഘടന എന്താണ്, ആ നെറേറ്റീവ് എങ്ങനെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നൊക്കെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ച് പരിചയിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് എന്താണ് വരിക എന്ന് ജനങ്ങൾക്ക് ഏതാണ്ട് ധാരണയുണ്ട്. ആ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ നിലപാട് സ്വീകരിക്കും. ഇടതുപക്ഷം ഈ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ സുതാര്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരഴിമതി ഈ 5 വർഷം 10 വർഷമായല്ലോ, 10 വർഷത്തിലേക്ക് പോവല്ലേ, ഒരഴിമതി പറയാൻ പറ്റും നിങ്ങൾക്ക്? ഇങ്ങനെ വായി തോന്നിയ ഗോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ അവിടെ അഴിമതി, ഇവിടെ അഴിമതി, മുണ്ടേരി സ്കൂളിൽ അഴിമതി, മറ്റേ AI ക്യാമറയിൽ അഴിമതി എന്ന് വിളിച്ചു പറയല്ലാതെ എന്തെങ്കിലും ഒരു സോളിഡായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇന്ന് അഴിമതി നടന്നു. എന്നാൽ നിങ്ങളുടെ സമയത്തോ? നിങ്ങളുടെ സമയത്ത് എന്തായിരുന്നു? പാലാരി വട്ടത്തെ പാലം പൊളിച്ച ഓർമ്മയുണ്ട് ഇല്ലേ നിങ്ങൾക്ക്? പാലാരി വട്ടത്ത് പൊട്ട് പൊളിച്ച ഓർമ്മയുണ്ടോ? എത്ര അഴിമതികളാണ്? UDF ഭരിക്കുന്ന സമയത്ത് ഈ കേരളത്തിലെ അഴിമതികളുടെ ഘോഷയാത്രയായിരുന്നു. ആ അഴിമതികളൊക്കെ കോടതിയിലുണ്ട്. എന്നാൽ ഇപ്പോഴോ കോടതി ഫയൽ സ്വീകരിച്ചോ? പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കൊണ്ടുപോയിട്ട് കോടതി കൊടുത്ത ഏതെങ്കിലും ഒരു കാര്യം ഫയൽ സ്വീകരിച്ചോ? അഴിമതിരഹിതമായ ഭരണം, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, ഇന്ത്യയിലാകെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കലാപം നടക്കുമ്പോൾ, വർഗീയ കലാപങ്ങൾ, വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ദളിത്, ആദിവാസി, പിന്നോക്ക ജനവിഭാഗങ്ങളെ കടന്നാക്രമിക്കുമ്പോൾ, അങ്ങനെ ഒരു സംഭവമില്ലാതെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട അക്രമങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് എവിടെ?
മതനിരപേക്ഷത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള കേരളം, അഴിമതിരഹിത കേരളം, നവകേരളം, വികസിത രാജ്യങ്ങൾക്ക് സമാനമായി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള പദ്ധതികളുമായി മുന്നോട്ടേക്ക് പോകുന്ന കേരളം, സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരളം. ആ കേരളത്തെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്താൻ വേണ്ടി പോകുന്നത്. ആ വിലയിരുത്തൽ നടത്തുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ള അനുഭവത്തെക്കാൾ നല്ല അനുഭവത്തോടെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലൊക്കെ ഒന്നും കടന്നിട്ടുണ്ടാവില്ല. പക്ഷേ പിണറായി വിജയൻ വീണ്ടും മത്സരിക്കണം എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യം. ഞങ്ങളുടെ പാർട്ടിയുടെ രീതി അങ്ങനെയല്ലല്ലോ. പാർട്ടിയുടെ രീതി ഏതെങ്കിലും ഒരാൾ മത്സരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് മത്സരിക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന രീതിയല്ലല്ലോ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ അവരെ നയിക്കണം, ആരൊക്കെ എങ്ങനെയൊക്കെയാവണം കേരളത്തിൻ്റെ വരാനിരിക്കുന്ന മന്ത്രിസഭ എന്ന് ജനങ്ങൾക്കറിയാം, പാർട്ടിക്കറിയാം. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളും നിലപാടുകളും ഉണ്ടാവും. പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രി ആകണമെന്ന് നമ്മൾ കഴിഞ്ഞ ഈ വോട്ടെടുപ്പ് ദിവസം നമ്മൾ പിണറായിയിൽ പോയപ്പോൾ അവിടെ ഒരു 80 വയസ്സുള്ള ഒരു അമ്മൂമ്മ, ആ അമ്മൂമ്മ പിണറായിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ടൊക്കെ പറയും വീണ്ടും പിണറായി തന്നെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രായം കൂടിയ ആളുകളും യുവാക്കളും ഒക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. വീണ്ടും സംഭവിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ UDF ഭരിക്കുന്ന സമയത്ത് ആകെ 34 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടത്. കൊടുക്കുന്ന 600 രൂപയാണ്. ആ 600 രൂപയിൽ 18 മാസം കുടിശ്ശികയാക്കിയിട്ടാണ് പോയത്. 18 മാസം. ഇപ്പോൾ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ എത്രയാണെന്നറിയോ? 64 ലക്ഷം പേർക്കാണ് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയാണ്. അതിന് പുറമെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതാണ്ട് കേരളത്തിലാകെ നോക്കുന്ന സമയത്ത് 30 ലക്ഷത്തോളം വരുന്ന 32 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് 1000 രൂപ ധനസഹായം ഗവൺമെൻറ് നൽകുന്നു. ചെറുപ്പക്കാർക്ക് കണക്ട് വർക്ക് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 5 ലക്ഷത്തോളം വരുന്ന ചെറുപ്പക്കാർക്കും സഹായം നൽകുന്നു. 1 കോടിൻ്റെ മേലെയാണ്. 1 കോടിയിലേറെ മനുഷ്യർക്ക് നേരിട്ട് സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതി ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയുള്ളത്? അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി എല്ലാ കാലവും തുടർന്ന് മുഖ്യമന്ത്രിയാവണമെന്ന് നാട്ടുകാർ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കില്ലേ? അത് സ്വാഭാവികമല്ലേ? അതുമാത്രമാണോ? ഇപ്പോൾ UDFൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പന്തൽ കെട്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി സ്ട്രക്ചറിൽ ആൾ വന്ന് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിന്നുള്ള ധനസഹായത്തിന് വേണ്ടിയിട്ട് കാവലേക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? അതെ, അതിൻ്റെ പേര് ഞാൻ പറയാതിരുന്ന കാവലേക്കുന്ന കണ്ടില്ലേ? എഴുതി കൊടുക്കുന്ന അവസാനം എഴുതി കൊടുത്തിട്ട് 5000 രൂപയും 6000 രൂപയും 10000 രൂപയും ഒക്കെ എഴുതി കൊടുത്ത് അത് വലിയ സംഭവമാക്കിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, 5 കൊല്ലം കൊണ്ട് ദുരിതാശ്വാസ നിധിയിലൂടെ 800 കോടി രൂപയാണ് UDFൻ്റെ സമയത്ത് കൊടുത്തത്. ഈ വലിയ പന്തൽ കെട്ടി നാട്ടിന് മുഴുവൻ മാമാങ്കം നടത്തിയിട്ട്. എന്നാൽ ഇപ്പോൾ രോഗാവസ്ഥയിലുള്ള മനുഷ്യർ ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപേക്ഷിക്കുന്ന ആളെ അറിയൂ, അത് സാങ്ഷൻ ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും അറിയാം. എല്ലാം ചേർന്ന് നൽകിയിട്ടുള്ള ദുരിതാശ്വാസ നിധിയിലുള്ള തുക എത്രയാണെന്നറിയോ? 5 വർഷം കൊണ്ട്, കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം 8000 കോടി രൂപയാണ്. 800 കോടി രൂപയിൽ നിന്ന് 8000 കോടി രൂപയായിട്ട് ദുരിതാശ്വാസ നിധിയിൽ നൽകിയിട്ടുള്ള തുക വർദ്ധിക്കുന്നു. ഓരോ മനുഷ്യനും ഈ തുക കയ്യിൽ കിട്ടുന്നവർ ഒരു മാമാങ്കം നടത്തിയിട്ടില്ല. വയനാട് ദുരന്തം ഉണ്ടായി. ആ ദുരന്ത മുഖത്ത് പോയിട്ട് ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ മുഖ്യമന്ത്രി ഉടനെ അവിടെ ഓടിച്ചാടി ക്യാമറക്കാരെയും എല്ലാം കൂട്ടിയിട്ട് അവിടെ ഒരു നാടകം കാണിച്ച് കുറേ ആൾ കണ്ണീർ ഒപ്പി കെട്ടിപ്പിടിച്ച് മുത്തം വെച്ചിട്ടൊന്നും പിണറായി വിജയൻ വരില്ല. പക്ഷെ എന്താ സംഭവിച്ചത് നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. ആ സംഭവം ഉണ്ടായ സമയത്ത് ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു 2:30 മണിക്കാമറ്റാണെന്ന് തോന്നുന്നു, എന്നെ അവിടുന്ന് SP വിളിക്കുകയാണ്. ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടായി എന്നുള്ള വിവരമുണ്ട്, ഒരു പ്രദേശം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് എന്ന് കേട്ട് വിളിക്കുന്നു. ഞാനുടനെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊന്നും ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി ഇത്ര വലുതാണെന്ന് അറിയുന്നില്ല. ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ഇപ്പോൾ വിളിച്ച് ഉണർത്തണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം കലക്ടറെ കൂടി വിളിച്ചിട്ട് തീരുമാനിക്കാം എന്ന് വിചാരിച്ച് ഞാൻ കലക്ടറെ വിളിക്കുകയാണ്. കലക്ടറിനോട് പറയുകയാണ്, ഫോൺ വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവരൊന്നും അവിടെ എത്തിയിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ
കളക്ടർ എന്നോട് പറയുകയാണ്, സാറേ ഒരു 40 മിനിറ്റ് മുമ്പ് മുഖ്യമന്ത്രി വിളിച്ചിരുന്നു, നോക്കണം. എന്നെ അവിടുന്ന് SP വിളിച്ച് സംസാരിക്കുന്ന ഏതാണ്ട് ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ വിവരം കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അപ്പം തന്നെ ഇടപെടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്, ആക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുലർച്ചക്ക് തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഓപ്പോസിറ്റിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഓഫീസുണ്ട്. ആ ഓഫീസിൽ ഞാൻ പോവാണ്. ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ച് സംസാരിച്ച് നേരെ ഓഫീസിലെത്തുന്ന സമയത്ത് ഞാനവിടെ എത്തി. 10 മിനിറ്റ് കഴിയുമ്പോഴത്തെ മുഖ്യമന്ത്രി അവിടെ എത്തുകയാണ്. അതാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ നിങ്ങൾക്ക് ചാനലുകളിൽ കാണാൻ കഴിയില്ല. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ബന്ധപ്പെട്ട എല്ലാ ഫോഴ്സിനെയും രംഗത്തിറക്കി ഒരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വയനാട്ടിൽ പോയത്. കോവിഡ് കാലത്തും ആ പിണറായി വിജയനെ ഇങ്ങനെ കാണാൻ കഴിയും. നിങ്ങൾ പൊറാട്ട് നാടകവും ഈ പ്രചരണപരതയും ചെപ്പടി വിദ്യയും അതൊന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ്സ്മാൻ, ഒരു ഭരണാധികാരി എങ്ങനെയാണ് ഒരു നാടിനെ ദുരന്തഘട്ടത്തിൽ നയിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു നാടിനെ വികസനത്തിന് വേണ്ടി മുന്നോട്ടേക്ക് നയിക്കേണ്ടത്, എങ്ങനെയാണ് നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ക്ഷേമ പദ്ധതികൾ ഉറപ്പുവരുത്തേണ്ടത്, എങ്ങനെയാണ് കേരളത്തെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കേണ്ടത്, അതൊക്കെ ഒരു സ്റ്റേറ്റ്സ്മാൻ, ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനറിയാം. ആ പിണറായി വിജയനെ ജനങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്, അവരുടെ ഹൃദയത്തിൽ, അവരുടെ അനുഭവത്തിലൂടെ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ജനങ്ങൾ അവരാഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവ് തന്നെ, ഈ മനുഷ്യൻ തന്നെ അവരെ വീണ്ടും നയിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതിൻ്റെ പ്രതിഫലനമാണ് നിങ്ങൾ കണ്ടത്. അത് സ്വാഭാവികമാണ്. എന്തായാലും ഈ അടുത്ത തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചരണവും തെരഞ്ഞെടുപ്പും ഒക്കെ നയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കുമോ? മുഖ്യമന്ത്രി അദ്ദേഹമാണല്ലോ, അദ്ദേഹമാണല്ലോ മുഖ്യമന്ത്രി. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി തന്നെയാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നയിച്ചു കൊണ്ടുപോകുക. അതിൽ യാതൊരു സംശയമില്ലല്ലോ. ഒരു ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായി ചേർത്ത് ഒരു തരത്തിലുള്ള ആത്മവിശ്വാസ കുറവ് ഇപ്പോഴും LDFിനില്ല. അങ്ങനെ ഉണ്ടാവേണ്ട പ്രശ്നമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആകെ 19 നിയമസഭാ സീറ്റിൽ മാത്രമേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDF ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് വന്ന പിഴവെന്താണ് ഞങ്ങൾ പരിശോധിക്കും, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തും. പരിശോധിച്ചു, തിരുത്തി, കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്തി, ഇടപെട്ടു. ആ 19 സീറ്റിൽ നിന്ന് 64 സീറ്റായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 64 സീറ്റാണ്. ഇനി 2-3 മാസമുണ്ട്. ആ 2-3 മാസം കൊണ്ട് 64 സീറ്റുകൾ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ ചർച്ചയാവണം. അത് ചർച്ചയാവുകയാണ് വേണ്ടത്. പ്രതിപക്ഷത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വിമർശിച്ചോ? ഞങ്ങളുടെ ക്ഷേമ പദ്ധതികൾ അതിൽ ഇന്ന പിഴവുണ്ട് നിങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വിമർശിച്ചോ? ഉമ്മൻചാണ്ടി കാലഘട്ടത്തെയും ഞങ്ങളുടെ കാലഘട്ടത്തെയും നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ? അങ്ങനെ വിമർശിക്കാൻ പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണം, ആ നേട്ടങ്ങൾ അത് ജനങ്ങളിലെത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുക. ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് ഞങ്ങൾ ശക്തമായി ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോൾ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം ഈ കേരളത്തിൽ ആവർത്തിക്കും. ഈ മാധ്യമങ്ങൾക്ക് എന്താണ് പിണറായി വിജയനോടും LDFിനോടും ഒക്കെ ഇത്രയും ഒരു വിരോധം എന്ന് പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ടോ? അത് രാഷ്ട്രീയമല്ലേ? ഏതെങ്കിലും കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ അത്ര നിഷ്കളങ്കരാവരുത്. ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ നോക്കുക, പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഒരുപക്ഷെ എൻ്റെയൊക്കെ SFI കാലത്ത് SFI സംഘടനയിൽ പലയിട ഘട്ടങ്ങളിലായിട്ട് പ്രവർത്തിച്ച ആളുകൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരാണ്. ആ മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടിങ്ങൾ കണ്ടിട്ടുണ്ട്. അത്ര കടുത്ത ഇടതുപക്ഷ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ റിപ്പോർട്ടിംഗ് വരുന്നത് പലപ്പോഴും. ഞാൻ പ്രാദേശിക മാധ്യമങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ, ഇപ്പം നോം ചോംസ്കിയും എഡ്വേർഡ് ഹെർമനും ചേർന്നിട്ട് എഴുതിയൊരു പുസ്തകമുണ്ട്, മാനുഫാക്ചറിങ് കൺസെൻറ്റ്.
ഈ പൊതുബോധ നിർമ്മിതി മാനുഫാക്ചറിങ് കൺസെൻറ്റ്, അതിൽ പറയുന്ന 5 ഫിൽറ്റർ ഉണ്ട്. ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് 5 ഫിൽറ്ററുകൾ, ആ ഫിൽറ്ററുകൾ ഒന്ന് കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്, രണ്ടാമത്തെ ഫിൽറ്റർ എന്ന് പറയുന്നത് ഈ കിട്ടുന്ന പരസ്യമാണ്, കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ്, ഇതൊക്കെയാണ്. അപ്പോൾ ഈ താല്പര്യങ്ങൾക്കൊക്കെ എതിരാണ് ഇടതുപക്ഷം. മാധ്യമങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട്, മാധ്യമങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മാത്രമേ കൈരളിയിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ നേരെ ഏഷ്യാനെറ്റിലെത്തുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു അഭിപ്രായവും കൈരളിയിൽ ഇരുന്നു കൊണ്ട് പറയുന്ന അഭിപ്രായം രണ്ടും രണ്ടാണ്. ജോൺ ബ്രിട്ടാസിന് അതുകൊണ്ടായിരിക്കും അവിടെയാണ് രാജിവെച്ച് പോകേണ്ടത്. അദ്ദേഹത്തിന് അതിൻ്റെ ആ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥിതിയായിരുന്നില്ല. അപ്പോൾ അത് ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ സവിശേഷതയാണ്. ആ മാധ്യമങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന വക്താവും പ്രയോക്താവും സഖാവ് പിണറായിയാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്നത്. രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി തന്നെ തുറന്നു കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയും. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായി മാറുന്നുണ്ടോ? ശരിക്കും തിരിച്ചടിയായി മാറാത്തത് കൊണ്ടാണല്ലോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് തുടർച്ചയുണ്ടാകുന്നത്. ഇതേ ചോദ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും താങ്കളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഞങ്ങളെപ്പോലുള്ളവരോട് ചോദിച്ചതാണല്ലോ. തിരിച്ചടിയല്ലല്ലോ ആയത്. കേരളത്തിലെ ജനങ്ങൾ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് നിലപാടെടുക്കും. അനുഭവങ്ങളിൽ നിന്ന് നിലപാടെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം കുറെ കൂടി ശക്തിപ്പെടുത്തണം. ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് പാർട്ടി എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെയാണ്. പക്ഷേ ജനങ്ങളിലേക്ക് കുറെ കൂടി ഫലപ്രദമായി ഇറങ്ങി അനുഭവങ്ങളെ അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിട്ട് ഇടതുപക്ഷം തുടർന്ന് അങ്ങോട്ടേക്ക് ശക്തമായി ഇടപെടണമെന്ന് തന്നെയാണ് കാണുന്നത്. LDF മുന്നോട്ട് വെക്കുന്നത് നവകേരളമാണ്. ആ നവകേരളത്തിലേക്കുള്ള പ്രയാണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് CPM വ്യക്തമാക്കിയിട്ടുണ്ട്. 3ാം വട്ടവും LDF എന്ന് ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ KK രാഗേഷ് ജനങ്ങളോട് പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളും അദ്ദേഹം നിരത്തിയിട്ടുണ്ട്. എല്ലാറ്റിനും വ്യക്തതയോടുകൂടി അദ്ദേഹം നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. PM ശ്രീയിൽ ഉൾപ്പെടെ, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെടെ, സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് എല്ലാറ്റിലും വിശദമായ സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ജനങ്ങളോട് പറയേണ്ടത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുതന്നെയാണ് KK രാഗേഷ് എന്ന നേതാവിൻ്റെ ക്ലാരിറ്റിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വ്യക്തമായും ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങി CPM പറയും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളിലേക്ക് ഒന്നുകൂടി ഇറങ്ങുകയാണ് CPM. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് അവരുടെ കമ്മിറ്റികൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ആ പിഴവുകൾ തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി 4 മാസത്തെ ഇടവേള മാത്രമാണുള്ളത്. ആ 4 മാസം കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് CPM. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് LDF പറയുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി വെച്ചുകൊണ്ടാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 121-ലധികം സീറ്റുകളിൽ UDF മുന്നിലായിരുന്നു. അത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 65ഓളം സീറ്റുകളിൽ LDF ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. ഇനി ഒരു 5-10 സീറ്റ് മാത്രമാണ് തുടർ ഭരണത്തിന് LDFന് വേണ്ടത്. അത് എന്തായാലും ലഭിക്കും എന്ന ആത്മവിശ്വാസം LDF നേതാക്കൾക്കുണ്ട്. എന്തായാലും തീപ്പാറും പോരാട്ടത്തിന് തന്നെയാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യതയോടെ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഉയർന്ന വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് കൂടി അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച നമുക്ക് മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.